ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് ശേഷം 40 വർഷം ജീവിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് 2 വർഷം ഭരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ഭരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഭരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരിക്കുന്നു. അവിടെ ഒന്നും ഇല്ലാത്തൊരു കാര്യം, 100% അവരൊന്നും അനുഷ്ഠിക്കാത്തൊരു കാര്യം. മാത്രമല്ല പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. ഈ ഫാഷിസ്റ്റ് കാലം എന്ന് പറയണ പോലെ അല്ല. മാത്രമല്ല ഒരു നല്ല കാര്യമല്ലേ എന്നുള്ള നിലക്ക് വഹി വരാതെ പ്രവാചകൻ പോലും ചെയ്യണില്ല. കഅബാലയത്തെ ഖിബലയാക്കിയെടുത്ത സംഭവങ്ങൾ അതിന്റെ തെളിവാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് ഖിബല മാറിക്കിട്ടണമെന്ന പ്രവാചകന്റെ ആഗ്രഹം ആയത്തിലുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമ. കണ്ണും നട്ട് പ്രവാചകൻ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ജിബ്രീൽ വരുന്നത് കാത്ത്. അവസാന ആയത്ത് വരുമ്പോൾ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് വരെ ഇല്ലല്ലോ. മാത്രമല്ല മസ്ജിദുൽ ഖിബലത്തൈൻ, 2 ഖിബലകളിലേക്ക് ആളുകൾ നിസ്കരിച്ച സംഭവം ആയത്ത് കേട്ട ഉടനെ അവർ പെട്ടെന്ന് മക്കത്തേക്ക് തിരിയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചൊരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വേറൊരു സംഗതി ഉള്ളത്, വളരെ സാധാരണക്കാരായ ആളുകൾ പൂട്ടണ ഒരു രീതി ഉണ്ട്. ആ രീതി ഒരു ഉസ്താദ് പറഞ്ഞുതരും. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പരിപാടിയാണോ സിദ്ദീഖുൽ അക്ബർ നടത്തിയിട്ടുണ്ടോ, ഉമറുൽ ഫാറൂഖ് നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. അതിന് സിദ്ദീഖുൽ അക്ബർ മദ്രസ നടത്തിയിട്ടില്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ ഏത് മദ്രസയിലെ സദറായിരുന്നു? അതിപ്പോ എല്ലാവരും ചെയ്യണ്ടില്ലേ മദ്രസ? ഉമർ ഫാറൂഖ് ഏത് മദ്രസക്കാ മുഫത്തിഷായിട്ട് പോയത്? ഉസ്മാൻ റളിയല്ലാഹുവിനെ നഴ്സറി നടത്തിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു സ്കൂളിലെ മാനേജർ ആയിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പൊ എല്ലാവരും നടത്തുന്നില്ലേ? അപ്പൊ അതൊക്കെ ഇപ്പൊ വിദഗ്ധ നമ്മൾ കാണുന്ന വിദഗ്ധാണോ? പോട്ടെ, മുത്തനബിന്റെ കാലത്ത് പള്ളിയിൽ മിഹ്റാബില്ല, മിമ്പറേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ഇമാമിയങ്ങളും മിഹ്റാബിൽ നിസ്കരിക്കണം. അപ്പൊ വിദഗ്ധ എന്നിട്ട് മിഹ്റാബും തച്ചു പൊളിക്ക ഇമാമികളും ചവിട്ടിക്കൊല്ലേ? പരിഹരിക്കാം നമുക്ക്. മനസ്സിലായി? ശരിക്കും ഇത് പിന്നെ കേൾക്കുമ്പോൾ ഒരു രസമായി തോന്നാൻ കാരണം സാധാരണക്കാരെ കബളിപ്പിക്കാനുള്ള ചെറിയ തുറപ്പിച്ചിട്ടാണ് അതൊക്കെ. കാരണം ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞ വാക്ക് വെച്ച് തന്നെ നമ്മളിപ്പോൾ ഇന്ന മദ്രസയിൽ പോയി പഠിക്കണം എന്ന് പ്രത്യേക നിബന്ധന വെച്ച് നമ്മളാരും എന്ത് ചെയ്യണില്ല. മദ്രസിൻ്റെ കോലം എങ്ങനെ ആക്കലാണ്, അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഒരു മരച്ചോട്ടിൽ മദ്രസ നടത്തി, ഇസ്ലാമിനെതിരില്ല. ഒരു ചാളപ്പേരിൽ നടത്തി, ഒരു ഓലട്ട പേരിൽ നടത്തി, എതിരില്ല. ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഈ മീലാദാഘോഷം എന്നത് എന്തുകൊണ്ട് വിദഅത്തായി, അല്ലെങ്കിൽ ഇതിന് ദീനുമായിട്ടൊരു ബന്ധമില്ല എന്ന് ആവർത്തിച്ച് സമൂഹം കേൾക്കുമ്പോൾ അതിൽ നിന്ന് അവരെ ശ്രദ്ധ തിരിക്കാനാണ് എന്ത് ചെയ്യണത്? ഈ വസ്ത്രം, ഖുർആൻ ക്രോഡീകരണം. അതെ, ഒരു അടിസ്ഥാനമല്ല. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാത്തതിന്റെ ചോദ്യം കൂടിയാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്നാണ്. ഈ അംറുന എന്നുള്ളതിന് ഉസ്താദുമാർ പിന്നെ അതിൻ്റെ കിതാബും കാര്യങ്ങളും നോക്കി പഠിച്ചിരുന്നെങ്കിൽ എന്താവൂല, ഈ വർത്താനം പറയില്ല. അംറുന എന്ന് പറഞ്ഞാൽ ശരിക്കും ദീനാണ് അവിടെ. അപ്പോൾ ദീനിയായ ഒരു കാര്യം ഇബാറത്താണ്. ഇപ്പോൾ മീലാദിനെ പറ്റി ഇപ്പോൾ ഈ മീലാദുമായി ബന്ധപ്പെട്ട് പിന്നെ വന്ന ഒരു പ്രസിദ്ധീകരണം ഇപ്പോൾ സുന്നി അഫ്കാറിൽ വന്നതാണ്, മൗലിദ് ആഘോഷം മൂല്യമുള്ള ഇബാദത്ത്. മൂല്യമുള്ള ഇബാദത്ത് പറഞ്ഞാൽ ഒട്ടും നിസാരല്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത കൊടുത്ത് പഠിപ്പിക്കാൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു സംഗതി അല്ല എന്ത് ഇത്. രസകരമായ ഈ മൂല്യമുള്ള ആരാധന എന്നവർ പറയുകയും എന്നിട്ട് 3 നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. അപ്പൊ ഈ മൂല്യമുള്ള ആരാധന മൂല്യമുള്ള നൂറ്റാണ്ടിൽ ഇല്ല. മാത്രമല്ല ഇപ്പൊ അറിയപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ജീവിച്ച കാലഘട്ടവും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ ഈ ആഘോഷം കൊണ്ടുവരുന്നത്. അതാണ് മൻ അഹദസ ഫി അംറിന എന്നുള്ള അടുത്ത ഹദീസിന്റെ പ്രസക്തി അവിടെയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണല്ലോ, നമ്മുടെ ഈ കാര്യത്തിൽ പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ. അപ്പൊ ഇതൊക്കെ ഫാത്തിമിയാക്കളിൽപ്പെട്ട മുല്ല ഉമർ എന്ന് പറയുന്ന അന്നത്തെ ഒരു തനിച്ച ഷിയ ഉണ്ടാക്കിയ സംഗതിയാണ്. പിന്നെ അത് സൂഫികൾ ഏറ്റെടുത്തു. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഈ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടാടുന്ന ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാടുന്ന ഈ സംഗതി ശരിക്ക് ഷിയാക്കൾ അവരുടെ പിന്നെ കാര്യമായ ആഘോഷമായി കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പോൾ ഇത് പിന്നെ അൽ മുബാറക്ക്, ഈ പിന്നെ ഉസ്താദ്മാർക്ക് മറക്കാൻ കഴിയാത്ത പ്രസിദ്ധീകരണമാണെന്നൊക്കെ. അതെ, മീലാദുൻ നബി പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കൾ പുണ്യകർമ്മമായിട്ട് കാണുന്ന ഒന്നാണ്. ഇത് സാധാരണക്കാർക്ക് അറിയില്ല.